അപ്പം സാമന് കിട്ടിയ ചിക്കൻ ബിരിയാണിയിലും എത്ര പീസ് ഉണ്ടായിരുന്നു സാമേ? 2-3 പീസ് ഇപ്പം കിട്ടി. ഒരു വലിയ പീസും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 180 റുപ്പീസിൻ്റെ ചിക്കൻ ബിരിയാണിയിൽ ഇത്രയും വലിയ പീസ് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വേർത്താണ് ഈ ഒരു ബിരിയാണി എന്ന് പറയുന്നത്. നോക്കി പീസ് കണ്ടോ, 4 വലിയ പീസാണ് ചിക്കൻ ബിരിയാണിയിൽ. അതുപോലെ മട്ടൻ ബിരിയാണിയിലും 4 വലിയ പീസാണ്. അപ്പോൾ ഇത്രയും ശരിക്കും പറഞ്ഞാൽ 2 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണിയാണ് 180 റുപ്പീസ് കൊടുത്ത് കിട്ടുന്നത്. ചിക്കനൊക്കെ നമുക്ക് വേറൊരു ബിരിയാണിക്ക് എത്ര വേണമെങ്കിൽ ഇടാനുള്ള ചിക്കനും കൂടെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ കൊടുക്കുന്ന പൈസയ്ക്ക് അതിൻ്റെ കൂടെ മുട്ടയുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഞ്ചാരി ട്രാവൽ. സഞ്ചാരി ട്രാവലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു. ഇടുന്നൊരു സംഭവമാണ്, മിസ് ചെയ്യരുത്, ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണണം. കാരണം ഇടുന്ന ഒരു ബിരിയാണിയാണ്, കിസ്മത്ത് ബിരിയാണി എന്ന് പറയും. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ചെമ്മൂരിൽ വന്നിരിക്കുന്ന പുതിയൊരു ഇടലൻ ബിരിയാണിയാണ് കിസ്മത്ത് ബിരിയാണി. അപ്പം അവിടെ കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. കിസ്മത്തിൻ്റെ ചിക്കൻ പൊടി ഫ്രൈ ഉണ്ട്, അതായത് അവരുടെ തന്നെ ചില റെസിപ്പീസാണ്. അപ്പോൾ സാധാരണ ഹോട്ടലുകളിലെ പോലെ കുക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല. ഇവിടെ കുക്ക് മാറിയാലും അവരുടെ റെസിപ്പി തന്നെ ആയതുകൊണ്ട് ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ബക്കറ്റിലുള്ള ബിരിയാണി ഉണ്ട്, 5 കിലോ ബക്കറ്റിലുള്ള ബിരിയാണി ഉണ്ട്, 10 കിലോ ബക്കറ്റിലുള്ള ബിരിയാണി ഉണ്ട്. 10 കിലോ ബക്കറ്റിലുള്ള ബിരിയാണി എന്ന് പറയുമ്പോൾ ഏകദേശം 14 പേർക്ക് കഴിക്കാവുന്നതാണ്. ഒരു പാർട്ടിയിലൊക്കെ ശരിക്കും നമുക്ക് 2-3 ബക്കറ്റ് മതിയായിരിക്കും. അതുപോലെ തന്നെ 5 കിലോ ഒക്കെ ആണെങ്കിൽ 7 പേർക്ക് കഴിക്കാം. അപ്പം ബക്കറ്റ് ബിരിയാണി ഇവിടുത്തെ സ്പെഷ്യാലിറ്റിയാണ്. അപ്പം ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണുക. കീപ് വാച്ചിങ് സഞ്ചാരി ട്രാവൽ വേൾഡ്. So desperate on my knees to break, and I hear the voice of an angel telling me not to lay down, and I feel the spirit guiding, telling me not to give up. Hold on to every promise I've been praying for. ഇപ്പം നമ്മുടെ കിസ്മത്ത് ബിരിയാണിയിലെ ബിരിയാണിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, കിസ്മത്ത് ബിരിയാണിയിലെ ബിരിയാണിയാണ്, സ്പെഷ്യൽ ബിരിയാണീസാണ് ഇവിടെ കാണുന്നത്.
അപ്പം ഇത് മട്ടൺ ബിരിയാണി, ഇത് ചിക്കൻ ബിരിയാണി. പിന്നെ ഇവിടുത്തെ മെയിൻ വെറൈറ്റിയാണ് ചിക്കൻ പൊടി ഫ്രൈ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ റെസ്റ്റോറൻറ്റിൽ ഈ ഒരു സ്പെഷ്യാലിറ്റി കിട്ടത്തില്ല. ചിക്കൻ പൊടി ഫ്രൈ, പിന്നെ കട്ട്ലേറ്റ് ഉണ്ട്, ഇവിടെ സ്പെഷ്യൽ കട്ട്ലേറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിന്നിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ മട്ടൺ ബിരിയാണി ആണെങ്കിലും ചിക്കൻ ബിരിയാണി ആണെങ്കിലും ഇതിപ്പം നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന പോലെ വട്ടത്തിലൊരു പാത്രത്തിലാണ്. അതുപോലെ തന്നെ ഞാൻ ഹോട്ടൽ റാവീസിൽ നമ്മൾ പോയപ്പം നമുക്കിങ്ങനെ ബിരിയാണി ഇതുപോലെ തന്നെയാണ് ഒരു ഇല വട്ടത്തിൽ മുറിച്ചിട്ടാണ് ഇങ്ങനെ മട്ടൻ ബിരിയാണിയൊക്കെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ ഒരു സ്റ്റാൻഡേർഡിൽ തന്നെയാണ് ഇവിടെയും നമുക്ക് ബിരിയാണി ലഭിക്കുന്നത്. അവിടെ നമുക്കൊരു 900+ ടാക്സ് ആണ് ഒരു മട്ടൻ ബിരിയാണി കഴിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് അത്ര റേറ്റ്സ് വരുന്നില്ല. സാധാരണ ചെങ്ങന്നൂർക്കാരൊക്കെ പറയുന്നത് കിസ്മത്ത് ബിരിയാണി ചാർജ് കൂടുതലാണ്. പക്ഷേ ചാർജ് കൂടുതലാണെങ്കിലും കമ്പയർഡ് ടു ക്വാളിറ്റി ടേസ്റ്റൊക്കെ വളരെ ബെറ്ററാണ് കിസ്മത്ത് ബിരിയാണിയുടെ. അപ്പോൾ അത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ കൂടെ വേണ്ടിയാണ് നമ്മളൊന്ന് വീഡിയോ ചെയ്യുന്നത്. ഇവിടെ ഇപ്പം തന്നെ നല്ല റഷുണ്ട്. ഉച്ചയ്ക്ക് ഇപ്പം ഈ ഒരു കൊറോണ ടൈമിലാണെങ്കിൽ പോലും ഒരുപാട് പാർസൽസും പോകുന്നുണ്ട്. ഡൈനിങ്ങിന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മട്ടൻ ബിരിയാണി കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ചിക്കൻ പൊടി ഫ്രൈ അതുപോലെ കട്ട്ലേറ്റ് കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ചിക്കൻ പൊടി ഫ്രൈ നമുക്ക് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല വെളുത്തുള്ളിയൊക്കെ ഇട്ട് കിടിലൻ സ്പൈസിയാണ്. സ്പൈസസ് ഒക്കെ ഇട്ട് ചെയ്തൊരു സംഭവമാണ്. നല്ല ടേസ്റ്റാണ്. ഒത്തിരി സ്പൈസി ഒന്നുമല്ല, പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു എന്താ പറയുക ചിക്കൻ പൊടി ഫ്രൈക്ക്. കട്ട്ലേറ്റ് കൂടെ നോക്കാം. കുറച്ച് സോസ് നമ്മൾ ഒഴിക്കുക. കട്ട്ലേറ്റ് എപ്പോഴും ഇച്ചിരി സോസ് നോക്കി കഴിക്കാനാണ് ഒരു ടേസ്റ്റ്. അപ്പം കട്ട്ലേറ്റ് കൊതി വെക്കണ്ട. ചെങ്ങന്നൂരിൽ കിസ്മത്ത് ബിരിയാണിയിലെ സൂപ്പറാണ് കട്ട്ലേറ്റ്, ഒരു രക്ഷയില്ല. അപ്പം ഞാനത് സൂപ്പറാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടാം. കമൻറ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് ആണെങ്കിൽ ധൈര്യം കിട്ടും. കാരണം കഴിച്ചിട്ട് നല്ലതാണെങ്കിൽ മാത്രമേ നല്ലതെന്ന് പറയാറുള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ് കട്ട്ലേറ്റ്, ഒരു രക്ഷയില്ല. ബിരിയാണി അമ്പാർ ടേസ്റ്റാണ്. സൂപ്പർ കട്ട്ലേറ്റാണ്. മട്ടൻ ബിരിയാണിയോടൊപ്പം മുട്ടയുണ്ട്. അടിപൊളി റൈസാണ്. നമ്മുടെ ഈ ചെറിയ എന്ന് പറയുന്ന വയനാടൻ കീമ പോലത്തെ റൈസാണ്. മട്ടൺ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. നല്ല പച്ചമുളകൊക്കെ ഇട്ട് നല്ല ബിരിയാണിയാണ്. ഇതുണ്ട്, മട്ടനൊക്കെ നല്ല രീതിയിൽ വെന്ത മട്ടനാണ്. മട്ടനൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇപ്പം നല്ല മട്ടൻ്റെ പീസുമാണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വേർത്താണ്. കാരണം ഇത് ഒത്തിരി ഏരിയയും കാര്യങ്ങളൊന്നുമില്ല. അല്പം ഉപ്പ് കുറവുണ്ടെന്നുള്ളേ ഉള്ളൂ. ഇപ്പം പ്രഷറുള്ളവർക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്കും കൂടെ കഴിക്കാൻ പറ്റുന്ന രീതി തന്നെയാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. അപ്പം മട്ടൻ ബിരിയാണി സൂപ്പറാണ്. ചിക്കൻ ബിരിയാണിയാണ് നമുക്ക് ഒരല്പം രണ്ടും സൂപ്പറാണ്. കാരണം ഈ വയനാടൻ കീമ പോലത്തെ നമ്മുടെ തലശ്ശേരി ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ സെയിം റൈസ് തന്നെയാണ്. അപ്പോൾ ആ റൈസ് ആയതുകൊണ്ടാണ് പ്രത്യേക ടേസ്റ്റാണ്. കോസ്റ്റ്ലി അരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് അതിനുണ്ട്. അപ്പം ബിരിയാണി ബാക്കി ഇത് ഫുള്ള് കഴിച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് റിവ്യൂ ഒന്ന് പറയുന്നതായിരിക്കും. ഓക്കെ, കഴിച്ച് കഴിഞ്ഞിട്ട്
ബാക്കി പറയാം. അപ്പം ഇവിടുത്തെ മട്ടൻ ബിരിയാണിയുടെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 280 റുപ്പീസാണ്. അതുപോലെ ചിക്കൻ ബിരിയാണി ആണെങ്കിൽ 180 റുപ്പീസാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത്ര റേറ്റ് പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ അകത്ത് മട്ടൻ ബിരിയാണിക്ക് തന്നെ 4 പീസാണ്. അപ്പം ഇതുണ്ടോ പീസ് 4 പീസുണ്ട്. 2 പീസും കഴിച്ചു. അപ്പം 4 പീസാണ് ഒരു മട്ടൻ ബിരിയാണിക്കകത്ത് വരുന്നത്. അപ്പോൾ അത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പം നല്ല മട്ടനും നല്ല റൈസും നല്ല ക്വാളിറ്റി നല്ല ടേസ്റ്റും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ അത്ര റേറ്റ് കൊടുക്കുന്നത് ഒരു കുറവല്ല. അപ്പം നല്ല സാധനം വേണമെങ്കിൽ തീർച്ചയായിട്ടും കിസ്മത്ത് ബിരിയാണി തന്നെ വരണം. ബാക്കി കഴിച്ചിട്ട് പറയാം. അപ്പം ഈന്തപ്പഴത്തിൻ്റെ അച്ചാറാണ് കേട്ടോ. വീടിന് അച്ചാറാണ്. അടിപൊളി അച്ചാറും അടിപൊളി മട്ടനും. മട്ടനോടൊപ്പം മുട്ട, ചിക്കൻ, പോഡി ഫ്രൈ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇവിടുത്തെ ബിരിയാണി കഴിച്ചു തീർക്കാൻ പറ്റുന്നില്ല. കാരണം റൈസിൻ്റെ ക്വാണ്ടിറ്റിയേക്കാളും മട്ടനും ചിക്കൻ്റെയും ക്വാണ്ടിറ്റിയാണ് ഏറ്റവും കൂടുതൽ. അതായത് ഒരു ചിക്കൻ ബിരിയാണി തന്നെ 4 പീസ്, മട്ടൻ ബിരിയാണിയിൽ 4 പീസ്, നല്ല 4 പീസ് കിട്ടുന്നുണ്ട്. അത് കൂടാതെ ഒരു മുട്ടയുണ്ട്. ഇത്രയും സാധനം വരുമ്പം ഒരാൾക്ക് കഴിച്ചിരിക്കും. ഞാൻ അതുണ്ടോ എൻ്റെ ഏകദേശം ഇന്നീ പ്രൈസ് ഇരിക്കുക. ഇവിടെ ചിക്കൻ ഇവിടെ ഇരിക്കുന്നു, കട്ട്ലേറ്റ് ഇനി ഇരിക്കുന്നു. കട്ട്ലേറ്റ് കൊണ്ട് ഇപ്പോഴും ബാക്കിയിരിക്കുക. കാരണം എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് ജസ്റ്റ് മാത്രം ഇങ്ങനെ തുടങ്ങിയതാണ്. പക്ഷേ കഴിച്ചെടുക്കാൻ പറ്റുന്നില്ല. മുട്ടയും ഇരിപ്പുണ്ട്, റൈസും തീർന്നിട്ടില്ല. കാരണം അതുപോലെ പീസുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഉള്ള കറക്റ്റ് വാല്യൂ ഫുഡാണ് ഇവിടെ നൽകുന്നത്. കാരണം ഇത്രയും വലിയ ചിക്കൻ പീസ് സാമ കണ്ടിട്ടില്ല, ഞാനും കണ്ടില്ല ഇതുവരെ. ഒരു ചിക്കൻ ബിരിയാണി കണ്ടില്ല. കാരണം അത്രയ്ക്ക് വലിയ 4 പീസാണ് കിട്ടിയത്. അതുപോലെ മട്ടണിലാണെങ്കിലും വലിയ 4 പീസാണ്. അപ്പം ശരിക്കും 2 പേർക്ക് കഴിക്കാനുള്ള സാധനം ഉണ്ടായിരുന്നു മേടിച്ചാൽ. അപ്പം 180 റുപ്പീസ് ചിക്കൻ ബിരിയാണിക്കും 280 റുപ്പീസ് മട്ടൻ ബിരിയാണിക്കും ഇത്രയും ക്വാളിറ്റിയിലും ടേസ്റ്റിലും തരുന്നത് ഒരിക്കലും അത് കൂടുതലല്ല, അതെപ്പോഴും വർത്താണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ചെങ്ങന്നൂർ വരുന്നുണ്ടെങ്കിൽ, ഞങ്ങളെ കാണുന്ന ആരും ചെങ്ങന്നൂർ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ കിസ്മത്ത് ബിരിയാണി വൺസ് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് സഞ്ചാരി ട്രാവൽ വേൾഡ്. എപ്പോഴും സന്തോഷമായിരിക്കുക. അപ്പോൾ ഫ്രണ്ട്സ് കിസ്മത്ത് ബിരിയാണിയിൽ ഹോം ഡെലിവറി ഉണ്ട്. 15 കിലോമീറ്റേഴ്സിനുള്ളിൽ ഒരു ഡെലിവറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡെലിവറിക്കുള്ള നമ്പർ തൊട്ട് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പർ നിങ്ങൾ വിളിക്കുക.